വെൽക്കം ടു മായാലോകം. രാവിലെ എരവൻ സിറ്റി കാണാൻ ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നുവെങ്കിലും വെയിലുണ്ടായിരുന്നത് കൊണ്ട് അത്ര പ്രശ്നം തോന്നിയില്ല. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. നോർത്ത് അവന്യൂവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് സിറ്റിയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ വെസ്റ്റേൺ സ്ട്രീറ്റിന്റെ പോലെ തന്നെ രൂപഘടന തോന്നി. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എല്ലാം ഇവിടെയുണ്ട്. സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കിയിരിക്കുന്നു. എവിടെ സൗണ്ട് കേൾക്കുന്നേ? ചില ഗ്ലോബൽ സ്റ്റോറുകളും പ്രാദേശിക സ്റ്റോറുകളും ഇവിടെ ഉണ്ടായിരുന്നു. വിലയുടെ കാര്യത്തിലും ആ വ്യത്യാസമുണ്ട്. തെരുവിന്റെ താഴെയും കടകളുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് കറങ്ങി നടന്നു. മദർ ഓഫ് അർമേനിയ. ഇന്ന് രാവിലെ അവള് ചോദിക്കാം, നമ്മള് മദർ ഓഫ് അർമേനിയ ഉണ്ട്, ഫാദർ ഓഫ് അർമേനിയ ഉണ്ടോ അത്? ഞാൻ ചോദിച്ചു മദറിനോട് ചോദിച്ചുകൂടായിരുന്നു, പക്ഷെ മദർ മരിച്ചു പോയില്ലെന്ന്. ബാക്കിലായി പോയാ. ഓ, എന്തൊരു ആകാശം, എന്ത് ഭംഗിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. അടുത്തതായി ഞങ്ങൾ പോയത് എരവനിലെ അർമീനിയൻ നാഷണൽ ഒപ്പേറ ആൻഡ് ബാലെ തിയേറ്ററിലേക്കാണ്. അർമീനിയൻ വാസ്തുവിദ്യയുടെ മറ്റൊരു അത്ഭുതമാണ് അലക്സാണ്ടർ സ്പെൻഡിയന്റെ പേരിലുള്ള അർമീനിയൻ നാഷണൽ അക്കാഡമിക് തിയേറ്റർ ഓഫ് ഒപ്പേറ ആൻഡ് ബാലെ. യെരവനിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം പാരീസിൽ നടന്ന വേൾഡ് എക്സിബിഷൻ ഗ്രാൻഡ് പ്രൈസ് നേടിയ അലക്സാണ്ടർ തമന്യാന്റെ മറ്റൊരു മാസ്റ്റർ പീസാണ്. 1933 ജാനുവരി 20 ഇത് ആരംഭിച്ചത്. കെട്ടിടത്തിന് വൃത്താകൃതിയാണ്. 2 കോൺസേർട്ട് ഹാളുകളുണ്ട്. 1400 സീറ്റുകളുള്ള അരാം കച്ചത്തൂരിയൻ കോൺസേർട്ട് ഹാളും 1200 സീറ്റുകളുള്ള അലക്സാണ്ടർ സ്പെൻഡിയന്റെ ഒപ്പേറ ആൻഡ് ബാലെ നാഷണൽ തിയേറ്ററും. അർമേനിയൻ മഹാകവി ഹോവനസ് ടുമന്യന്റെയും സംഗീത സംവിധായകൻ അലക്സാണ്ടർ സ്പെൻഡിയന്റെയും പ്രതിമകൾ ഹൗസിന്റെ മുൻവശത്തായി ഉണ്ട്. ഇത് വാക്കിംഗ് സ്ട്രീറ്റിലെ റോഡിന്റെ അടിവശത്തായി സ്ഥിതി ചെയ്യുന്ന ഷോപ്പുകളാണ്. ഇവിടെയുണ്ട്.
അടുത്തതായി ഞങ്ങൾ പോയത് സിറ്റ്സർനഗ ബർഡ് അർമേനിയൻ വംശഹത്യ സ്മാരക സമുച്ചയത്തിലേക്കാണ്. മതങ്ങളുടെ പേരുകൾ എഴുതി. അതായത് തുർക്കി 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ തുർക്കി ഗവൺമെൻറ് 1.5 മില്യൺ അർമീനിയൻസിനെ കൊന്നുകളഞ്ഞു. അതിൻ്റെ ഒരു മെമ്മോറിയലായിട്ട് ചെയ്തിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ വംശഹത്യയിൽ തുർക്കി ഗവൺമെന്റിന്റെ കൈകളിൽ കൊല്ലപ്പെട്ട 1.5 ദശലക്ഷം അർമേനിയക്കാരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ സ്മാരകം. 1967 ഇത് പണി കഴിപ്പിച്ചത്. ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. 4500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ സമുച്ചയത്തിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. സ്മാരകത്തിന്റെ മതിൽ, മെമ്മോറിയൽ ഹാൾ, എറ്റേണൽ ഫ്ലെയിം, പിന്നെ മെമ്മോറിയൽ കോളം. റീബോൺ അർമേനിയ എന്ന പേരിലാണ് ഈ കോളം അറിയപ്പെടുന്നത്. ഈ സോഡ് കണ്ടില്ലേ? ഈ സോഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആൾക്കാരെല്ലാവരും നിങ്ങളെല്ലാവരും ഇമോർട്ടലാണ്, ഇമോർട്ടാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്താണ് ഈ സോഡ് മുകളിലോട്ട് സ്കൈയിലോട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അർമേനിയൻ ജനതയുടെ പുനർജന്മത്തെ പ്രതിനിധീകരിച്ച് ഉയരമുള്ള സൂചി ആകൃതിയിലുള്ള ഗ്രാനൈറ്റ് തണ്ടാണ് സ്മാരകത്തിന്റെ പ്രധാന ആകർഷണം. അത് ഒരു പിരമിഡ് പോലെയാണ് കാണപ്പെടുന്നത്. വംശഹത്യ ബാധിച്ച പ്രധാന പട്ടണങ്ങളുടെ പേരുകൾ കൊത്തിയ മതിലും ഇവിടെ നമുക്ക് കാണാം. മൗണ്ട് അറാറത്തിന്റെ ഷേപ്പിലാണ്. 12 ഉയരമുള്ള അകത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ബാസാൾട്ട് സ്ലാബുകൾക്കുള്ളിൽ നടപ്പാതയേക്കാൾ 1.5 മീറ്റർ താഴ്ചയിലാണ് ജ്വാല ക്രമീകരിച്ചിരിക്കുന്നത്. അർമേനിയൻ വംശഹത്യയുടെ ഓർമ്മയ്ക്കായി 1997 കോംപ്ലക്സിന് ചുറ്റും ഫിർ മരങ്ങൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഫിർ മരങ്ങളെ എറ്റേണിറ്റിയുടെ മരങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 200 മരങ്ങൾ അവിടെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്മാരക സമുച്ചയം സന്ദർശിച്ച നിരവധി രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, മതനേതാക്കൾ, പാർലമെന്റ് അംഗങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പലരും വംശഹത്യയുടെ ഇരകളുടെ സ്മരണയ്ക്കായി അവിടെ ഫിർ മരങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല ബോർഡുകളും ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. ഇത് നമ്മൾ ക്രിസ്മസ് കണ്ടിട്ടുണ്ട്.
1915 നടന്ന സംഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഭൂഗർഭ വൃത്താകൃതിയിലുള്ള മ്യൂസിയവും അവിടെയുണ്ട്. പഴംപൊരിയുടെ ബ്രദറായിട്ട് വരും. ടെസ്സിന് കൊടുക്ക. പറഞ്ഞോളൂ. മസാല ഉണ്ടെങ്കിൽ ഇത്തിരി പൊളിച്ചല്ലേ? പൊട്ടറ്റോ ഫില്ലിംഗ് ആണ്. ബാക്കിലോട്ടൊക്കെ കൊടുക്കും, ഞാൻ ലാസ്റ്റ് എടുക്കാം. നല്ലതല്ലേ? കൊള്ളാങ്കി പിന്നെ വികാരമൊന്നുമില്ല തോന്നുന്നു കാണുമ്പോ. സൈഡിൽ നിന്ന് കുഞ്ഞു കുറച്ച് പിച്ച് കഴിച്ചാൽ മതിയേ. ടെസ്സിന് കൊടുക്കുക, അപ്പം എല്ലാം ഓരോന്നോരോന്ന് കുറച്ച് ടേസ്റ്റ് വരും. നമ്മുടെ ബണ്ണില്ല ജാമാ എന്താ ഫില്ലിങ്? സാധാരണ ബണ്ണിന്റെ പുറത്തൂടെ ഷുഗർ സിറപ്പ് എന്തോ ഫില്ലിങ് ആകത്തുണ്ട്. ഒരു റെഡ് കളറിൽ എന്തോ ഒരു സാധനം ഉണ്ട്. ജാമാണ്. ഇതത്ര പോരല്ലേ? ഇപ്പോൾ ഞങ്ങൾ അർമേനിയയിലെ പുരാതനമായ സാഗ്മോസവാങ് മൊണാസ്ട്രിയിലേക്കാണ് എത്തിയത്. 13ാം സെഞ്ചുറിയിലെ അർമേനിയൻ സന്യാസ സമുച്ചയമാണ് സാഗ്മോസവാങ് മൊണാസ്ട്രി. Dates back to 13th century. The place has very strong acoustic. ഖസാക്ക് നദിയുടെ വലതുകരയിൽ സാഗ്മോസവൻ ഗ്രാമത്തിലാണ് ഈ ആശ്രമ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഗ്രിഗറി ദ ഇലൂമിനേറ്റർ ആണ് ഇവിടം സ്ഥാപിച്ചത്. 1215 ഐരാരത്ത് രാജകുമാരനായ വാച്ചുദിയൻ ആണ് സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സെന്റ് സിയോൺ എന്ന കെട്ടിടം പണി കഴിപ്പിച്ചത്. ഇവിടെ എല്ലാം ഭയങ്കര മഞ്ഞായിരുന്നു. ഇന്നലത്തെ മഴയിൽ മഞ്ഞ് കുറെ ക്ലിയർ ആയി. അതുകൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചിറങ്ങിയത് ഇതൊക്കെയാണ്. ഇന്നലത്തേന്ന് തണുപ്പ് തോന്നണമെന്ന് എന്താണ് അങ്ങനെ? എനിക്കധികം തണുപ്പ് കൊണ്ടുവന്ന് തലയിൽ തണുക്കുന്നു. സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടത്തെ സർബ് സിയോൺ എന്നാണ് പറയുന്നത്.
ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മാമോദിസ നടക്കുന്നുണ്ടായിരുന്നു. ആയിരത്തി 1988 നടന്ന ഭൂകമ്പത്തിൽ ആശ്രമത്തിൽ കേടുപാടുകൾ സംഭവിച്ചതും പിന്നീട് 2000 ആണ്ടിൽ അത് പുനർനവീകരിക്കുകയും മനോഹരമാക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിലെ അർമേനിയൻ വാസ്തുവിദ്യയുടെ അത്ഭുതകരമായ ഉദാഹരണമാണ് ഈ ആശ്രമവും ലൈബ്രറിയും എല്ലാം. വർഷങ്ങളോളം നിരവധി കൈയെഴുത്ത് പ്രതികൾ ഇവിടെ എഴുതുകയും പകർത്തുകയും ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. അവയിൽ ചിലത് ഇന്നും നിലനിൽക്കുന്നു. കൈയെഴുത്ത് പ്രതികൾക്ക് പേരുകേട്ട ഇടമാണ് ഈ മൊണാസ്ട്രി. ബൈബിളിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ, വൈദ്യശാസ്ത്ര സാഹിത്യം, അർമേനിയൻ ചിത്രകാരന്മാരുടെ കൃതികൾ അങ്ങനെ പലതും ഇവിടെ ഉണ്ടായിരുന്നു. ഈ കൈയെഴുത്ത് പ്രതികളുടെ ഒരു ലിസ്റ്റ് 1912 സക്മോസവാങ്കിലെ ഒരു മലയിടുക്കിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. പിന്നീട് എരവനിലെ മറ്റൊരു മ്യൂസിയത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. പ്രധാന പള്ളിയിലെ ക്രോസ് ഗ്രീക്ക് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് ചതുരാകൃതിയിലും ഉയർന്ന സിലിണ്ടർ ആകൃതിയിലുമുള്ള ഡ്രമ്മും കോൺ ആകൃതിയിലുമുള്ള ഡോമുമാണ് ഇതിനുള്ളത്. അതാണ് ഈ ആ മലയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങിയ പോലെ കാണുന്നത്. റെയിൽവേ ട്രാക്ക്, റെയിൽവേ ട്രാക്ക്, അത് ആ റെയിൽവേ ട്രാക്ക്, റെയിൽവേ ട്രാക്ക് അല്ലല്ലോ, റെയിൽവേ ട്രാക്ക്. താഴോട്ട് പോകണടാ നേരെ. അവിടെ സ്ഥലമുണ്ടോ? വേണ്ട, അങ്ങോട്ട് പോകാൻ പറ്റില്ല, സ്ലിപ്പറിയാണത്. Lavna. 300. 1, 2, 300. That's good lavna. അവിടെ നിന്ന് ഞങ്ങൾ പോയത് അർമേനിയൻ ആൽഫബറ്റ് മോണുമെൻറ്റിലേക്കാണ്. അരഗത്ത് പർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിലുള്ള അരഗത്തോട് മേഖലയിലുള്ള അർഷവൻ ഗ്രാമത്തിലാണ് ഈ അർമേനിയൻ ആൽഫബറ്റ് മോണുമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. തലേന്ന് രാത്രി പെയ്ത മഴ കാരണം പോകുന്ന വഴി മുഴുവൻ നിറയെ ചെളിയായിരുന്നു. പറഞ്ഞിട്ടല്ലേ വിട്ടെ. അമർത്തി കിടക്കല്ലേ ഗോപു. അർമേനിയയിൽ അക്ഷരമാല സൃഷ്ടിച്ചതിൻ്റെ 1600 വർഷത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഇവിടെ അർമേനിയൻ അക്ഷരമാലയിലെ 39 അക്ഷരങ്ങളുടെ ശില്പങ്ങളും മഹാനായ അർമേനിയൻ ചിന്തകരുടെ സ്മാരകങ്ങളും ഉൾപ്പെടുന്നു. 405 മെസ്രോബ് മാഷ്തോട്ടാണ് ഈ ഭാഷയുടെ സൃഷ്ടാവ്. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ഒരു സ്വതന്ത്ര ഭാഷയാണ് അർമേനിയൻ ഭാഷ. അദ്ദേഹത്തെ ആദരിക്കാനായി അർമേനിയൻ ആർക്കിടെക്റ്റായ ജെ ടൊറോഷ്യൻ 2005 മാഷ്തോട്ടിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തിനടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ പശ്ചാത്തലമായി ഇവ നിർമ്മിച്ചു. മായയുടെ
നടുക്കുള്ളത് ഗോപിക. ഏത് അതിന്റെ ഏത്? ഇങ്ങ് വാ. എല്ലാ അക്ഷരങ്ങളും അവിടെ സുലഭമായി ലഭിച്ചിരുന്ന വോൾക്കാനിക് റോക്കായ ടഫ് വച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പിങ്ക്, ഓറഞ്ച്, ഗ്രേ, കറുപ്പ് എന്നീ നിറങ്ങളിൽ അവിടെ കാണാം. മണ്ണിൽ നിന്ന് വളർന്നു വന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നീല ആകാശത്തോട് ഇണങ്ങി നിൽക്കുന്നു ഓരോ അക്ഷരവും. അർമേനിയയിലെ കൊടുമുടിയായ മൗണ്ട് അരാഗത്തിന്റെ പശ്ചാത്തലത്തിൽ അക്ഷരങ്ങളും മാഷ്ടോട്ടിന്റെ പ്രതിമയും നിലയുറപ്പിച്ച് നിൽക്കുന്നു. വിനോദസഞ്ചാരികൾ അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അർമേനിയൻ അക്ഷരമാല സ്മാരകത്തിനപ്പുറം ഒരു കുന്നിലാണ് ഹോളി ക്രോസ് സ്ഥിതി ചെയ്യുന്നത്. 33 മീറ്റർ ഉയരമുള്ള ഈ ക്രോസിൽ ഏതാണ്ട് 1711 ചെറിയ കുരിശുകൾ വച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അർമേനിയ ക്രിസ്തുമതത്തെ തൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 1711 വർഷങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഓരോ വർഷവും ഈ ഹോളി ക്രോസിൽ ഒരു ചെറിയ കുരിശു കൂടി പുതുതായി ചേർക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ കാലഘട്ടത്തെ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കുരിശുകൾ ഒരു പ്രത്യേക ആകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം അവയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഒരു ഓർഗനിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം പോലെ നമുക്ക് തോന്നും. വീഡിയോയുടെ ലെങ്ത് കൂടിയത് കാരണം ബാക്കി ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ മായാലോകം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു.